ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെയൊന്നും ആരെക്കുറിച്ചും വളരെ പോസിറ്റീവായിട്ട് എടുത്ത് സംസാരിക്കാത്ത, ആരെയും തലയെ കയറ്റി വെക്കാത്ത, ആരുടെയും ഫാനാവാത്ത ഒരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. പക്ഷേ അദ്ദേഹം പോലും ഒരാളെക്കുറിച്ച് പറയുമ്പോൾ വളരെ കാര്യമായി തന്നെ എടുത്ത് പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു അഡ്മയറാണ് എൻ്റെ ഫാദർ. അതാരാണെന്നറിയോ? തൻ്റെ അനിതര സാധാരണമായിട്ടുള്ള ദിഷണാപാഠവും കൊണ്ട് നമ്മളെ എല്ലാവരെയും അമ്പരപ്പിച്ച് ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിഭതനായിട്ടുള്ള മനുഷ്യൻ ശ്രീ GS പ്രദീപ്. GS പ്രദീപിൻ്റെ ഏറ്റവും പുതിയ പുസ്തകങ്ങളിലെ ഒന്നാണ് കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്ന് പറയുന്ന ഈ പുസ്തകം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഇത് പുറത്തിറക്കിയിരിക്കുന്നത് പ്രവത ബുക്സ് ആണ്. ഈ ബുക്കിൻ്റെ വില 350 രൂപയാണ്. കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചിന്തിക്കും, എന്താണ് ഈ കുളമ്പടി ഒച്ച? മറ്റൊന്നുമല്ല, അദ്ദേഹം നടത്തിയിരുന്ന അശ്വമേധം എന്ന പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് ഒരു രാത്രി എനിക്ക് തോന്നുന്നു 9 മണി കണ്ടെന്ന് തോന്നുന്ന സമയം, ആ 9 മണി ആയി കഴിഞ്ഞാൽ മറ്റെല്ലാ ചാനലുകളും ഓഫ് ചെയ്യപ്പെടുകയും കൈരളി TV ഓൺ ആവപ്പെടുകയും ചെയ്യുന്ന സമയമായിരുന്നു ആ സമയം. എൻ്റെയൊക്കെ ആ ഒരു യൗവന കാലത്ത് മിക്ക വീടുകളിലും ഒരു 9 മണി ആയി കഴിഞ്ഞാൽ കൈരളി TV ഓൺ ആകും. എല്ലാവരും ആ TV ചാനലിൻ്റെ മുമ്പിലായിരിക്കും ഉണ്ടാവുക. സീരിയലുകൾക്ക് പോലും ഇട പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു GK പ്രോഗ്രാം കാണാൻ വേണ്ടി നമ്മൾ TV മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അതായത് വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു പ്രോഗ്രാമിനോട് നമ്മുടെ മലയാളികൾ എന്തെങ്കിലും ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ സീരിയൽ, സിനിമ എന്നതിനപ്പുറത്തായിട്ട് എന്തെങ്കിലും ഒരു പുതിയൊരു അറിവ് സമ്പാദിക്കുക എന്നുള്ള ഒരു ചിന്തയോട് കൂടി നമ്മളെല്ലാവരും ഒരു പുതിയ TV ചാനലിന് മുമ്പിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കൈരളി TVൻ്റെ മുമ്പിൽ ഈ അശ്വമേധം പ്രോഗ്രാമിന് മാത്രമായിരുന്നു. എല്ലാവരും ഒരു അമ്പരപ്പോട് കൂടിയും അത്ഭുതത്തോടു കൂടിയുമാണ് അന്ന് ഈ റിവേഴ്സ് ക്വിസ് എന്ന് പറയുന്ന ഈ പുതിയ കോൺസെപ്റ്റിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് വരെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, അതിന് ഉത്തരം പറയുക, ഇതായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു GK എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനെല്ലാം വേറിട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഒരാളുടെ പേര് നമ്മൾ മനസ്സിലേക്ക് കാണുന്നു, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി പല പല ചോദ്യങ്ങളിലൂടെ ഇങ്ങനെ തുമ്പ് പിടിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ആളെ കണ്ടെത്തി അയാളുടെ പേര് നമ്മോട് തന്നെ പറയുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു സർപ്രൈസിങ് ആയിട്ടൊരു പ്രോഗ്രാമായിരുന്നു. അന്നും ഇന്നും അതൊരു അത്ഭുതം തന്നെയാണ്. ഒരു പക്ഷേ ഇതിനു മുമ്പ് ലോകത്ത് ആരെങ്കിലും അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല GS പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി അതിലൂടെ വളരെ ജനകീയനായി മാറുകയും വളരെയധികം വേദികളിലേക്ക് അദ്ദേഹം പ്രത്യേക ക്ഷണിതാവായിട്ട് എത്തുകയും ഒരുപാട് പേര് അദ്ദേഹത്തെ റോൾ മോഡലായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ 1-2 പ്രോഗ്രാമുകൾ അദ്ദേഹം പരാജയപ്പെടുകയും ചാനലിന് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാദറിനെ പോലെയുള്ള അധികമൊന്നും ആരെയും അംഗീകരിക്കാത്ത ആൾക്കാരെ കൊണ്ടുപോലും നല്ല പോസിറ്റീവ് ആക്കിയിട്ട് ഒരുപാട് ഇയാളൊരു പുലി തന്നെ എന്ന് പറയിപ്പിച്ചൊരു വ്യക്തിയാണ് GS പ്രദീപ്. ആ GS പ്രദീപിൻ്റെ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കുളമ്പടി ഒച്ച എന്ന് പറഞ്ഞാൽ ആ അശ്വമേധം കുതിരകളുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ കുതിര കുളമ്പടി നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ അശ്വമേധം പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു BGM, ആ ഒരു ഗ്രാഫിക്സ്, ആനിമേഷൻസ്, അതൊക്കെ ഒരു കുതിര കുളമ്പടിയായിരുന്നു കാണിച്ചത്. ആ സൗണ്ടൊക്കെ കുതിര കുളമ്പടിയുടെ ശബ്ദമായിരുന്നു. അപ്പോൾ ആ അശ്വമേധവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളും തുടർന്നുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ അവതരിപ്പിക്കുന്നത്. വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം. കാരണം ഒരാളുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പകർത്തി വെച്ചിരിക്കുകയാണ്. നമ്മൾക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതും നമ്മളൊക്കെ ഒരുപാട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ ആത്മകഥയൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല എന്താണ് സംഭവിച്ചത്, അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്. പിന്നെ അവർ ഈ പറയുന്നത് മാത്രമേ നമുക്ക് അറിയുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. GS പ്രദീപ് എന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്ന് സുപ്രഭാതത്തിൽ അശ്വമേധം എന്നൊരു പ്രോഗ്രാമിലൂടെ അദ്ദേഹം കടന്നു വരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രശസ്തി ആർജിക്കുന്നു. അതിൻ്റെ ആ പ്രശസ്തിയുടെ ഏറ്റവും ഉയരത്തിലെത്തുന്നു. പിന്നെ അവിടുന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹം ആ ഉയർച്ചയിൽ നിന്ന് നേരെ താഴ്ചയിലേക്ക് വീഴുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല ടർബുലൻസസ് വരികയാണ്. അദ്ദേഹം മദ്യത്തിനും മറ്റു ഇതിനൊക്കെ അടിമപ്പെട്ടു പോവുകയാണ്. പല രീതിയിലുള്ള ദുശീലങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് തൻ്റെ ആ ഉയർച്ചയുടെ പാരമ്യത്തിൽ നിന്ന് അദ്ദേഹം ഏറ്റവും താഴ്ചയുടെ അഗാധ ഗർത്തത്തിലേക്ക് വീഴുകയാണ്. അവിടെ നിന്ന് പിന്നെയും അദ്ദേഹം ഒന്ന് കയറി വന്നു, ഒരു തിരിച്ചറിവുണ്ടായി, ഇങ്ങനെ പതുക്കെ ജീവിതം മേക്കപ്പ് ചെയ്ത് വന്നു. അങ്ങനെ വീണ്ടും തൻ്റെ പഴയ ട്രാക്കിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇപ്പോൾ അതിനേക്കാളും വലിയ ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഇങ്ങനെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. വളരെ രസകരമായ രീതിയിൽ, വളരെ പൾസേറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നല്ല ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വായിക്കാവുന്നൊരു പുസ്തകം തന്നെയാണ്. കാരണം ഈ അശ്വമേധം എന്നുള്ള പ്രോഗ്രാമും അതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച പ്രശസ്തിയും അതിലൂടെ ഉണ്ടായ വരുമാനവും സാമ്പത്തികമായിട്ടുള്ള കുതിച്ചുകയറ്റവും റെക്കഗ്നീഷനും എല്ലാം തന്നെ ഇദ്ദേഹത്തിനെ അതിനെ അന്ധനാക്കി മാറ്റുകയും ആ ഒരു പ്രശസ്തിയും ഉയർച്ചയും ഇദ്ദേഹത്തിനെ ഒരു അഹങ്കാരിയാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹം പല അബദ്ധങ്ങളും കൊണ്ടുപോയി ചാടി, പല അഹങ്കാരത്തിലൂടെ പല കാര്യങ്ങളും ചെയ്തു, ഒരുപാട് പേരെ പിണക്കി, ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തു.
അതിനുശേഷം ഇദ്ദേഹം പിന്നെ നമ്മുടെ ഈ മലയാളി ഹൗസ് ഒക്കെ പോലുള്ള നിലവാരം കുറഞ്ഞ കുറേ TV പ്രോഗ്രാമുകളിൽ ഇദ്ദേഹം ഭാഗമാവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനോ ഇദ്ദേഹത്തിന് നമ്മൾ മലയാളികൾ കാണുന്ന ഒരു പെർസെപ്ഷൻ്റെ പുറത്ത് കടന്നിട്ട് അതിനൊന്നും യോജിക്കാത്ത രീതിയിലുള്ള പല വേഷങ്ങളും ഇദ്ദേഹം കെട്ടിയാടുകയാണ്. അതിനൊക്കെ ഫലമായിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് അനുദിനം ചീത്തയായിക്കൊണ്ടിരിക്കുന്നു. പണ്ടുണ്ടായിരുന്ന ഇമേജ് എല്ലാം പോയി. ഇദ്ദേഹം എല്ലാവരാലും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുകയാണ്. ഇദ്ദേഹത്തിനെ ആരും ക്ഷണിക്കാതാവുന്നു. അശ്വമേധം പ്രോഗ്രാം നിന്നു പോകുന്നു. ഒരു വേദിയിലേക്കും ഇദ്ദേഹത്തിനെ ആരും ക്ഷണിക്കുന്നില്ല. പണ്ട് ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര നടത്തിയിരുന്ന ഇദ്ദേഹത്തിനെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരികയാണ്. അതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് ഇദ്ദേഹം പിന്നീട് മദ്യത്തിൻ്റെ പിടിയിൽ അമരുകയാണ്. വലിയൊരു മദ്യപാനിയായിട്ട് മാറുകയാണ്. പിന്നെ അതിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും പടുകുഴിയിലേക്ക് കൂപ്പുകുത്തി ഇദ്ദേഹം ഒരു തിരിച്ചറിവിലൂടെ വീണ്ടും കയറി വന്ന് തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശകരമായിട്ടുള്ള സ്റ്റോറിയാണ് പ്രവിത ബുക്സ് ഇറക്കിയ ഈ ബുക്കിൽ ഉള്ളത്. അപ്പോൾ GS പ്രദീപിൻ്റെ അശ്വമേധം പ്രോഗ്രാം പോലെ തന്നെ അങ്ങേയറ്റം ആവേശത്തോടു കൂടി നമുക്ക് വായിച്ചു പോകുന്ന ഒരു പുസ്തകമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഓരോരോ വിഷയങ്ങളെക്കുറിച്ചിട്ട്, അപ്പോൾ മലയാള സാഹിത്യമായാലും ശരി, മതമായാലും ശരി, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളായാലും ശരി, രാഷ്ട്രീയമായാലും ശരി, സിനിമകളായാലും ശരി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തൻ്റെ കാഴ്ചപ്പാടുകളും കൂടി ഇദ്ദേഹം പല പല ആർട്ടിക്കിളുകളായിട്ട് ഈ ബുക്കിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയൊരു തിരിച്ചറിവാണ്. ഈ പ്രശസ്തിയിലെത്താൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷേ ആ പ്രശസ്തി മാനേജ് ചെയ്യുക, ആ ഒരു ഫെയിം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. അത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാം കൈവിട്ടു പോകും. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശസ്തിയോ ഉയർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ അഹങ്കരിക്കാതെ, അതിൽ വല്ലാണ്ട് കയറി അങ്ങ് അഭിരമിക്കാതെ ഈ അവസ്ഥയും മാറും, ഇതൊന്നും സ്ഥിരമല്ല, ഏതൊരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആരോടും അഹങ്കാരം കാണിക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ധാർഷ്ട്യം കാണിക്കാതെ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് വിജയിക്കാനും പറ്റും. കാരണം നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ അല്ല. ഒരുപാട് പേരുടെ സപ്പോർട്ടും സ്നേഹവും ചേർത്തുവെപ്പും എല്ലാം കൂടി കൊണ്ടാണ് നമുക്ക് ലൈഫ് പല രീതിയിൽ മാറിയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ആളുകളെ പിണക്കുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫിൽ നമുക്ക് ടർബുലൻസസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ GS പ്രദീപിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടത് ഏത് രീതിയിലായിരിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ. തുറന്നെഴുത്തുകളുടെ ഓർമ്മ പുസ്തകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം തുറന്നെഴുതുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു ടാഗ്ലൈൻ അതാണ്, തുറന്നെഴുത്തുകളുടെ ഓർമ്മ പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല കാര്യങ്ങളും അദ്ദേഹം തുറന്നിങ്ങനെ എഴുതുന്നതോടൊപ്പം തന്നെ അതൊരു ഓർമ്മക്കുറിപ്പ് കൂടിയായിട്ട് അദ്ദേഹം അതിനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രവിത ബുക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നല്ല പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രസാധകരാണ് പ്രവിത ബുക്സ്. അവരിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഈ GS പ്രദീപ് എഴുതിയ കുളമ്പടിച്ചുകളുടെ ഡയറി എന്ന് പറയുന്ന പുസ്തകം. ഞാൻ വളരെ പ്രതീക്ഷയോട് കൂടി വാങ്ങുകയും ഒറ്റ ഇരിപ്പിന് വായിച്ചെടുക്കുകയും ചെയ്ത പുസ്തകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇത് വാങ്ങി വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ പുതിയൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.